ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പ്രിയപ്പെട്ട ക്യൂ സ്പോട്ടിലെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കുടുംബസമേതം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വായനയിലോ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണുണ്ടായത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച്. മനുഷ്യരൊക്കെ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്നാണ് അവരുടെ വാദം. അപ്പോൾ കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള പ്രാഥമികമായ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യാസം എന്താണ്? അവര് കുരങ്ങ് വസ്ത്രം ധരിക്കുന്നില്ല. മനുഷ്യരെല്ലാവരും നാണം മറക്കാനുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. മാന്യരാകാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നാണുണ്ടായത് എന്ന് പറയുന്ന വിഭാഗം നമ്മളെ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മളെ നാണവും മാനവും ഇല്ലാത്തവരാക്കി മാറ്റും എന്നുള്ളതാണ്. അഥവാ ലജ്ജയില്ലാത്തവരാക്കി മാറ്റും. ഈ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രം ലജ്ജയുടെ ഒരു അടിസ്ഥാന കാര്യമാണ്. ലജ്ജ ഇല്ലാതാകുമ്പോഴാണ് വസ്ത്രം എരിഞ്ഞു പോവുക. അപ്പോൾ വസ്ത്രമില്ലാത്ത അല്ലെങ്കിൽ ലജ്ജയില്ലാത്തവരാക്കി മാറ്റും എന്നുള്ളതാണ് ഈ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായത് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുക. രണ്ടാമത്, മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള വ്യത്യാസം, കുരങ്ങ് ഒരു നിയമവുമില്ലാത്ത ജീവിയായിരിക്കും. അഥവാ മൃഗം എന്ന് പറയുന്നത് ഒരു നിയമവുമില്ലാത്ത ആളുകളായിരിക്കും. ഏത് തോട്ടത്തിൽ നിന്നും ഏത് പഴവും പറിക്കാം, ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അപ്പോൾ നിയമങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാക്കും. അപ്പോൾ മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം, ഒരു നിയമവുമില്ലാത്ത ആളുകളായി, അരാജകവാദികളായി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനെയും കുരങ്ങിനെയും വേർതിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ പറയും ബുദ്ധിയാണല്ലോ മനുഷ്യനെയും കുരങ്ങിനെയും വേർതിരിക്കാന്ന്. അതൊരു പക്ഷേ എല്ലാവർക്കും നൽകിയിട്ടുണ്ടാകും. ബുദ്ധി മനുഷ്യർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ടാകും. പക്ഷെ ഈ നാണവും മാനവും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലജ്ജ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവം ആണ് നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യരെയും കുരങ്ങിനെയും വേർതിരിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അതുകൊണ്ട് പറഞ്ഞത്, ഇന്നലി കുല്ലി ദീനിൻ ഖുൽഖൻ വഖുൽഖുൽ ഇസ്ലാമി അൽ ഹയാ, അൽ ഖുൽഖുൽ ഇസ്ലാമി അൽ ഹയാ. ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹയാ ആണ്, ലജ്ജയാണ്. എല്ലാ ദീനുകൾക്കും എല്ലാ മതങ്ങൾക്കും ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാവും. ഇസ്ലാമിൻ്റെ സ്വഭാവം നല്ല നാണമുള്ള ലജ്ജയുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് തൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അഥവാ ലജ്ജ കുറയുന്നതോടുകൂടി ഈമാൻ കുറയും. ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് ലജ്ജയുണ്ടാവുകയില്ല എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിൽ നിന്നുള്ളതാണ് ഹയാ, ലജ്ജ എന്ന് പറയുന്നത് എന്ന് റസൂൽ പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. നിങ്ങൾ ചിലപ്പോൾ മദ്രസയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഹദീസ് അല്ലേ. ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ് എന്ന്. അതുകൊണ്ടാണ് ഈമാൻ ഇല്ലാതാകുന്നതോടുകൂടി ലജ്ജ ഇല്ലാതാകും. ലജ്ജയില്ലാത്ത ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ, ഈമാനുള്ള ഒരാളാകുവാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ലജ്ജ വരുന്നതോടുകൂടി ഒരുപാട് ഖൈറുകൾ വരും എന്നുള്ളതാണ് റസൂൽ പഠിപ്പിച്ചത്. ഒരുപാട് നന്മകൾ വരും എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഒരു മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യനെ, വിശ്വാസി എന്നല്ല, എല്ലാ മനുഷ്യരെയും തിന്മകളിൽ നിന്ന് തടയുന്ന ഏറ്റവും ശക്തമായൊരു സ്വഭാവം ലജ്ജയാണ്. നാണമുണ്ടാകുമ്പോഴാണ് തെറ്റുകൾ ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് മാനം കെട്ടുപോകും അല്ലെങ്കിൽ നാണം കെട്ടുപോകും എന്നതുകൊണ്ട് തന്നെ ഒരു വിശ്വാസവും ഇല്ലാത്ത ആളുകൾ തന്നെ, മനുഷ്യർ തന്നെ ലജ്ജയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു മദ്യപാനി, ആ മദ്യപാനി അവരുടെ വസ്ത്രം ഉരിഞ്ഞു പോയാലും റോട്ടിലൂടെ നടന്നു പോകുന്നതും റോഡരികുകളിലൊക്കെ കിടക്കുന്നതുമൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന് ലജ്ജയില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ തെറ്റുകളിൽ നിന്നും തടയുന്ന, എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്ന ഒരു ഒരു സ്വഭാവമാണ് ലജ്ജ എന്ന്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, അൽ ഹയാഉ കുല്ലു ഖൈറിൻ,
അൽ ഹയാഉ കുല്ലുഹു ഖൈർ, എല്ലാം മുഴുവൻ ഹയാ എന്ന് പറഞ്ഞാൽ, ലജ്ജ എന്ന് പറഞ്ഞാൽ മുഴുവൻ നമുക്ക് ഖൈർ മാത്രം കൊണ്ടുവരുന്നു തരുന്ന ഒന്നാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഇപ്പോൾ ആണും പെണ്ണും ഇടപെടുന്നിടത്ത് നമുക്ക് നാണമുണ്ടാകാറുണ്ടോ? നാണമില്ല എങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റുകളിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. എന്നാൽ നാണമുണ്ട് എങ്കിൽ അത് നമുക്ക് ഖൈർ, നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവൻ ഖൈർ കൊണ്ടുതരും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വളരെ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ട, നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കേണ്ട ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദ അൻ യുഹ്ലിക, ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി, ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താ, നസഅ മിനൽ ഹയാ, അവനിൽ നിന്ന് എന്ത് ചെയ്യും? നസഅ മിനൽ ഹയാ, മിൻഹുൽ ഹയാ, അൽ ഹയാ. നസഅ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഒഴിവാക്കും, ഊരിയെടുക്കും, അല്ലെങ്കിൽ അവനിൽ ഇല്ലാതാക്കും. എന്ത്? ഹയാ, ലജ്ജ ഇല്ലാതാക്കും. അപ്പോൾ ഒരു മനുഷ്യൻ കേടുവരിക, നാശാവുക, അല്ലെങ്കിൽ ഹലാക്കിലാവുക എന്ന് പറഞ്ഞാൽ, നശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ ജീവിതത്തിൽ നിന്ന് ലജ്ജ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പം ലജ്ജ ഇല്ലാതാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല അതാണ് ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. ലജ്ജ ഇല്ലാതാക്കും. ആ ലജ്ജ ഇല്ലാതായാൽ പിന്നെ ബാക്കി എല്ലാ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും അവന് പോകുന്നതിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിൽ. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാണ്, അവസാനിപ്പിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളിലാണ് ലജ്ജയുണ്ടാകേണ്ടത്? ഏതെല്ലാം കാര്യങ്ങളിലാണ്? അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ലജ്ജയുണ്ടാകണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്നുള്ള ഒരു ലജ്ജ. ഞാൻ ഈ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വഷളത്തരം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ആ വഷളത്തരം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലജ്ജയുണ്ടാകേണ്ട, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ലജ്ജയാണ് ഉണ്ടാകേണ്ടത്. കാരണം നമുക്കറിയാം, അള്ളാഹു കാണുന്നു എന്ന് മാത്രമല്ല, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് ഒറ്റയ്ക്ക്, നമ്മൾ ചിലപ്പോൾ ഒറ്റക്കാണ്, കൂരാക്കൂരി ഇരുട്ടാണ്, ആരും കാണുന്നില്ല, ഒരാളും കാണാത്ത ഇടത്തിലാണ് നമ്മളുള്ളത് എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മളെ കൂടെ ആരൊക്കെ ഉള്ളത്? നമ്മുടെ കൂടെ അള്ളാഹുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇബ്ലീസും ഉണ്ട്, അല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട് എന്ന വിചാരത്തോടു കൂടിയാണ് ജീവിക്കാൻ കഴിയുക. അപ്പോൾ അള്ളാഹു കാണുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ലജ്ജ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാണമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും തന്നെ തെറ്റ് ചെയ്യുകയില്ല. എന്താ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഭൂമി ഇതിൻ്റെ കഥ പറയും എന്ന് പറയുന്നുണ്ട് പരലോകത്ത് വെച്ചിട്ട്. അപ്പോൾ ഈ ഭൂമിയിലല്ലാതെ നമ്മൾ എവിടെയും തെറ്റ് ചെയ്യുന്നില്ല. ഈ ഭൂമിയിൽ വെച്ചിട്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമി ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നാളെ എൻ്റെ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ മുമ്പിൽ വെച്ച് പറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ കൈകാലുകൾ കൈ കൈ കൈകാലുകൾ സാക്ഷി പറയുകയും അതിൻ്റെ വിശേഷങ്ങൾ പറയുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും, നമ്മൾ കയ്യും കാലും ഇല്ലാതെ എവിടേക്കും പോയിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയും നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം വരുമല്ലോ, അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം. ആ ബോധമാണ് ഒന്നാമതുണ്ടാകേണ്ട ലജ്ജ. ആ ഒരു നാണമുണ്ടല്ലോ, അള്ളാഹ് ഇതെല്ലാം പുറത്ത് കൊണ്ടുവരും, അതുപോലെ തന്നെ അള്ളാഹു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, മലക്കുകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ലജ്ജയാണ് ഒന്നാമതുണ്ടാകേണ്ട ലജ്ജ. രണ്ടാമത്, സ്വന്തത്തിനോട് ലജ്ജ ഉണ്ടാകണം. സ്വന്തത്തിന് ഒരു മാനക്കേട്, ഒരു നാണം ഉണ്ടാകണം. അതാണ് രണ്ടാമത്. മൂന്നാമത്തെ സംഗതി എന്താ വെച്ചാൽ, ജനങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ള ലജ്ജയുണ്ടാകണം. അത് പലപ്പോഴും ആളുകൾക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഒന്നാമത്തെ ആ ലജ്ജ, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അള്ളാഹു കാണുന്നുണ്ടല്ലോ ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള ആ ലജ്ജാബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടതുള്ളത്. അപ്പോൾ മാനസികമായി ഈ ലജ്ജ ഇല്ലാതാകുന്നതോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് എല്ലാ തെറ്റുകളും കടന്നു വരും എന്നുള്ളതാണ്. ഇനി ലജ്ജ വേണ്ടാത്ത ചില സന്ദർഭങ്ങളുണ്ട്, അതുകൂടെ പറയാം. ലജ്ജ ഉണ്ടാകാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ. അപ്പോൾ ദീനിയായ വിജ്ഞാനീയങ്ങൾ തേടുന്നതിൽ നമുക്ക് ലജ്ജ ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിലൊക്കെ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക, മനസ്സിലാക്കുക, ചോദിച്ച് മനസ്സിലാക്കുക. ഇത്തരം കാര്യത്തിലൊന്നും ലജ്ജ വേണ്ടതില്ല. അപ്പോൾ ഫിഖിയായ കാര്യങ്ങൾ ചോദിക്കുന്നത്, മനസ്സിലാക്കുന്നതിലൊന്നും തന്നെ, അതിലൊന്നും തന്നെ ലജ്ജയുണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു സത്യം പറയാൻ, അതിലൊരിക്കലും തന്നെ ലജ്ജ കാണിക്കാൻ പാടില്ല, അതിലൊരിക്കലും തന്നെ നാണം കാണിക്കാൻ പാടില്ല. അത് തുറന്നു പറയേണ്ട കാര്യമായിരിക്കും.
വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയുണ്ട്. ലജ്ജയുണ്ടാകാനേ പാടില്ലാത്തൊരു മേഖല. തീരെ ലജ്ജയുണ്ടാകാൻ പാടില്ലാത്തൊരു മേഖല. അതേതാണെന്ന് ചോദിച്ചാല് ഇസ്ലാമിൻ്റെ നിയമങ്ങള്, ഇസ്ലാമിൻ്റെ ശരീഅത്ത് നടപ്പിലാക്കുന്ന കാര്യത്തില്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു ലജ്ജയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അപകർഷതയുണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് വസ്ത്രം ഇപ്പോൾ പർദ്ദയും മഫ്തയൊക്കെ ഇട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഹിജാബിട്ട് നടക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ അതിന് കളിയാക്കല്, പരിഹസിക്കല്, പരിഹാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ക്യാമ്പസിലൊക്കെ ചിലപ്പോൾ ഹിജാബൊക്കെ ഇട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഒരു 6-ാം നൂറ്റാണ്ടുകാരി, പരിഷ്കാരമില്ലാത്ത ആളുകൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ച് കളിയാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ലജ്ജയായിട്ട്, അതൊരു നാണമായിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് നമ്മൾ മാറുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അവിടെ ഇസ്ലാമികമായ വേഷങ്ങൾ ധരിക്കുന്നതിൽ, ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൊന്നും തന്നെ, ഖുർആൻ പറഞ്ഞിട്ടുള്ള, അള്ളാഹു പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൊന്നും തന്നെ ഒരു ലജ്ജയും നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലജ്ജ ഉണ്ടാകേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളെ മക്കൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വസ്ത്രം ധരിച്ച് പോകുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലൂടെ എൻ്റെ മകള് അല്ലെങ്കിൽ ഇനി ഇറങ്ങിപ്പോകുന്നത് എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട്, അതുപോലെ തന്നെ തലയിൽ തട്ടമിടാതെ ഒക്കെയാണ് ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ നമ്മൾ അത് ഇസ്ലാമികമല്ല, എൻ്റെ മകൾ അങ്ങനെ ആകരുത്, എൻ്റെ മകൻ അങ്ങനെ ആകരുത് എന്ന് പറയാതെ അത് കണ്ടുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറ് കൊണ്ടുവരികയില്ല അള്ളാഹു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും ഖൈറും ബർക്കത്തും ഇല്ല എന്നൊക്കെ പറയുമല്ലോ. എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതാണ്, ചിലപ്പോഴൊക്കെ ഒരു ഭാഗ്യമല്ല എനിക്ക് ഈ ഒരു ഖൈറുണ്ടായി, ഒരു ഖൈറും ബർക്കത്തും ഇല്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ. യഥാർത്ഥത്തിൽ ഈ ഖൈറും ബർക്കത്തും ഇല്ല എന്ന് പറയുന്ന നേരത്ത് നമ്മൾ നോക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ലജ്ജ എവിടെയെങ്കിലും ഇല്ലാതായി പോയിട്ടുണ്ടോ എന്നാണ്. അതുകൊണ്ടാണ് അൽ ഹയാ കുല്ലു ഖൈറുൻ എന്ന് റസൂല് പറഞ്ഞതാണ്. അതുകൊണ്ട് ഖൈർ മാത്രമേ നമുക്ക് കൊണ്ടുവന്നു തരികയുള്ളൂ. അപ്പോൾ ഖൈറും ബർക്കത്തും ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ ലജ്ജയുണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ ഇബ്ലീസ് നമ്മളോട് അതുകൊണ്ടാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ആദ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ലജ്ജാശീലം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം ലജ്ജാശീലം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇബ്ലീസിന് പണി കുറയും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രംഗം എങ്ങനെയാണ്? ഒരു പഴം കഴിക്കരുതെന്ന് പറഞ്ഞു, പക്ഷെ ആ പഴം കഴിച്ചു. ആ പഴം കഴിച്ചപ്പോൾ ഇബ്ലീസാണ് ആ പഴം കഴിക്കാനും പറഞ്ഞിട്ടുള്ളത്. ആ ഇബ്ലീസ് പഴം കഴിപ്പിച്ചത് എന്തിനാ? ആ പഴം കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ഇബ്ലീസിന് അറിയാം. ഇപ്പൊ ഇബ്ലീസ് ആ പഴം കഴിക്കുന്നതോടുകൂടി എന്താ സംഭവിച്ചത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും ഹവ്വ ബീവിയുടെയും ഒക്കെ നഗ്നരായി മാറി എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. അവ നഗ്നരായി മാറി, അവ ലജ്ജയില്ലാതായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇബ്ലീസ് ആദ്യം ചെയ്തിട്ടുള്ളത് എന്താ? മനുഷ്യനെ നാണം കെടുത്തുക എന്നുള്ളതാണ്. മനുഷ്യനെ ലജ്ജയില്ലാത്തവനാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇബ്ലീസ് ആദ്യം ചെയ്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇബ്ലീസും ആദ്യം നമ്മൾ ചെയ്യാൻ നമ്മുടെ തലയിലെ തട്ടമുരിയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകളിലേക്ക് പോകുവാൻ, വഷളത്തരങ്ങളിലേക്ക് പോകുവാൻ ഒരു ലജ്ജയും ഇല്ലാതെയാക്കി തീർക്കും. ഇതാണ് ആദ്യം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഖൈറും ബർക്കത്തും ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഈമാനിനെ നമുക്ക് ശക്തമായി നിലനിർത്തണമെങ്കിൽ ജീവിതത്തിൽ ലജ്ജയുണ്ടാകണം എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ സ്വഭാവമായിട്ടുള്ള ലജ്ജ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം ആ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഖൈറും ബർക്കത്തും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.